നമസ്കാരം. സയൻസിലെ കുറച്ച് ചോദ്യങ്ങളാണ് മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകളിൽ നിന്നാണ്. ആദ്യം ഇത് ഒരു എക്സാം ആയി തന്നെ അറ്റൻഡ് ചെയ്യുക, അതിനുശേഷം മാത്രം ഉത്തരങ്ങൾ നോക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: മെറ്റീരിയൽ യൂസ്ഡ് ടു മേക്ക് ദ ഹാൻഡിൽസ് ഓഫ് പ്രഷർ കുക്കർ ആൻഡ് നോൺ സ്റ്റിക് ഫ്രൈയിങ് പാൻസ്. പ്രഷർ കുക്കറിന്റെയും നോൺ സ്റ്റിക് പാത്രങ്ങളുടെയും കൈപ്പിടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം. ഓപ്ഷൻ എ ബേക്കലൈറ്റ്, ബി ഇൻഡാലിയം, സി നൈലോൺ ആൻഡ് ഡി PVC. Second question: the chemical used for testing carbohydrate, that is starch, is. അന്നജ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന രാസപദാർത്ഥം. ഓപ്ഷൻ എ ക്ലോറിൻ, ബി അയഡിൻ, സി സോഡിയം ആൻഡ് ഡി കാർബൺ. Third question: graphite is an allotropic form of. ഏത് മൂലകത്തിന്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്? ഓപ്ഷൻ എ സൾഫർ, ഓപ്ഷൻ ബി ലെഡ്, സി ഗോൾഡ്, that is സ്വർണം, ആൻഡ് ഡി കാർബൺ. Fourth question: the unit of force is. ബലം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ഓപ്ഷൻ എ ന്യൂട്ടൺ, ബി കിലോഗ്രാം, സി പാസ്കൽ ആൻഡ് ഡി പൗണ്ട്. Fifth question: the phenomenon of splitting of white light into its components is. Option A dispersion, B refraction, C scattering and D reflection. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം. ഓപ്ഷൻ എ പ്രകീർണനം, ബി അപവർത്തനം, സി വിസരണം ആൻഡ് ഡി പ്രതിഫലനം. Sixth question: acid present in apple. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഓപ്ഷൻ എ ലാക്റ്റിക് ആസിഡ്, ബി അസിറ്റിക് ആസിഡ്, സി മാലിക് ആസിഡ് ആൻഡ് ഡി സിട്രിക് ആസിഡ്. Seventh question: which of the following lamps consume least energy? ഏറ്റവും കുറവ് ഊർജം ഉപയോഗിക്കുന്ന ലാമ്പ് ഏത്? ഓപ്ഷൻ എ CFL, ഓപ്ഷൻ ബി LED, ഓപ്ഷൻ സി ഫ്ലൂറസെന്റ് ലാംപ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഇൻകാൻഡസെന്റ് ലാംപ്സ്. Eighth question: which of the following is the best conductor of electricity? Option A aluminium, B copper, C silver and D iron. താഴെ പറയുന്നവയിൽ ഏറ്റവും നല്ല വൈദ്യുത ചാലകം ഏത്? ഓപ്ഷൻ എ അലൂമിനിയം, ബി ചെമ്പ്, സി വെള്ളി ആൻഡ് ഡി ഇരുമ്പ്. Ninth question: rear view mirror used by drivers to see the vehicles behind is made of. A concave mirror, B plane mirror, C spherical mirror, D convex mirror. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാനുള്ള ദർപ്പണം. എ കോൺകേവ് ദർപ്പണം, ബി സമതല ദർപ്പണം, സി ഗോളീയ ദർപ്പണം ആൻഡ് ഡി കോൺവെക്സ് ദർപ്പണം. 10th question: name the chemical substance present in eggshell. മുട്ടത്തോടിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥം. എ കാൽസ്യം കാർബണേറ്റ്, ബി കാൽസ്യം സൾഫേറ്റ്, സി കാൽസ്യം നൈട്രേറ്റ് ആൻഡ് ഡി കാൽസ്യം ഓക്സൈഡ്. 11th question: the phenomenon of increase in temperature in atmosphere due to greenhouse gases is known as. A water cycle, B condensation, C ozone pollution and D global warming. ഹരിതാലയ പ്രഭാവം മൂലം അന്തരീക്ഷത്തിന്റെ താപനില ഉയരുന്ന പ്രതിഭാസം. എ ജലപരിവൃത്തി, ബി സാന്ദ്രീകരണം, സി ഓസോൺ മലിനീകരണം ആൻഡ് ഡി ആഗോള താപനം. ഇത്രയൊക്കെയാണ് ചോദ്യങ്ങൾ. അപ്പൊ ഇനി നമുക്ക് ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. First question: material used to make the handles of pressure cooker and non-stick frying pans. പ്രഷർ കുക്കറിന്റെയും നോൺ സ്റ്റിക് പാത്രങ്ങളുടെയും കൈപ്പിടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം എന്താണ്? ഓപ്ഷൻ എ ബേക്കലൈറ്റ്.
ബേക്കലൈറ്റിന് മറ്റെന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്? അവിടെ വേറൊരു ചോദ്യമുണ്ട്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്കലൈറ്റ് ആണ്. ബേക്കലൈറ്റ് is an example for thermosetting polymer. അതായത് തെർമോസെറ്റിംഗ് പോളിമർ അല്ലെങ്കിൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് ബേക്കലൈറ്റ്. എന്താ ഈ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിജിഡ് ആവും, പിന്നെ അത് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇറിവേഴ്സിബിൾ ആണ് ചേഞ്ച്. അതിനെയാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. സോ ബേക്കലൈറ്റ് is an example of thermosetting polymer. Then ഇവിടെ പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ഓപ്ഷൻ ഇൻഡാലിയം. ഇൻഡാലിയം എന്ന് പറയുന്നത് ഇവിടെ AL ഉള്ളതുകൊണ്ട് നമുക്ക് പറയാം ഇത് അലൂമിനിയത്തിന്റെ ഒരു അലോയ് ആണ്. ഇൻഡാലിയം യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ട് കുക്ക്വെയേഴ്സ്, അതായത് കുക്കിംഗ് യൂട്ടൻസിൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡാലിയത്തിന്റെ ഉരുളിയൊക്കെ ചിലപ്പോൾ വീട്ടിലുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ റൂഫിംഗ് ഷീറ്റ്സ് ഉണ്ടാക്കാനും ഇൻഡാലിയം യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നൈലോൺ. നൈലോൺ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നൈലോൺ തുണിത്തരങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. നൈലോൺ is an example of thermoplastic. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് നൈലോൺ. മെയിൻ ആയിട്ട് ക്ലോത്തിങ്, അതായത് തുണിത്തരങ്ങൾ ഉണ്ടാക്കാനും റോബ്സ്, നൈലോണിന്റെ റോബ്സ്, കയറുകളൊക്കെ ഉണ്ട്, അതിനൊക്കെയാണ് നൈലോൺ യൂസ് ചെയ്യുന്നത്. പെട്രോളിയത്തിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ദെൻ നെക്സ്റ്റ് is PVC. PVC എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് PVCയുടെ ഫുൾ ഫോം. പോളിവിനൈൽ ക്ലോറൈഡ്. പോളിവിനൈൽ ക്ലോറൈഡ് എന്നുള്ളതാണ് PVCയുടെ ഫുൾ ഫോം. ഇതും ഒരു പോളിമർ ആണ്. അതായത് വിനൈൽ ക്ലോറൈഡിന്റെ ഒരു പോളിമർ ആണ് പോളിവിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡ് യൂണിറ്റ്സ് കൂടിച്ചേർന്ന് ആ വിനൈൽ ക്ലോറൈഡ് ആണ് അതിലത്തെ മോണോമർ. അങ്ങനത്തെ മോണോമേഴ്സ് ഒരുപാട് കൂടിച്ചേർന്നിട്ടുണ്ടാവുന്ന പോളിമർ ആണ് PVC അഥവാ പോളിവിനൈൽ ക്ലോറൈഡ്. മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പൈപ്പ് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ PVC പൈപ്പ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? പിന്നെ അതുപോലെ ബ്ലഡ് സ്റ്റോറേജ് ബാഗ്സ്, ഹോസ്പിറ്റലിൽ ബ്ലഡ് സ്റ്റോർ ചെയ്യുന്ന ബാഗുകളൊക്കെ ഉണ്ടാക്കുന്നത് PVC കൊണ്ടാണ്. സോ ഇതിൽ ബേക്കലൈറ്റും നൈലോണും PVC മൂന്നും പോളിമേഴ്സ് ആണ്. ഇൻഡാലിയം എന്ന് പറയുന്നത് ഒരു അലോയ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, the chemical used for testing carbohydrate starch is. അന്നജ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന രാസപദാർത്ഥം. ഉത്തരം ഓപ്ഷൻ ബി അയഡിൻ ആണ്. അന്നജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർച്ച്. അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട്, പ്ലാന്റ്സ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഏത് ഫോമിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാർച്ച് ആയിട്ടാണ്. അതായത് സസ്യങ്ങളിൽ ആഹാരം ശേഖരിച്ചു വെക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സ്റ്റാർച്ച് എന്നുള്ള ഫോമിലാണ്, അന്നജമായിട്ടാണ്. ഈ അന്നജം ഒരു സബ്സ്റ്റാൻസിൽ അടങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കെമിക്കലാണ് അയഡിൻ. അതായത് അയഡിനും സ്റ്റാർച്ചും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ കഞ്ഞിവെള്ളത്തിൽ സ്റ്റാർച്ച് ധാരാളം ഉള്ള ഒരു സബ്സ്റ്റാൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ടാപ്പിയോക്ക എന്ന് പറയുന്നത് കപ്പ, പൂള എന്നൊക്കെ പറയും, അതിലും ധാരാളം ഉള്ള ഇതാണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. സ്റ്റാർച്ച് എന്ന് പറയുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് എനർജി ഗിവിംഗ് ഫുഡ് ആണ് കാർബോഹൈഡ്രേറ്റ്, സ്റ്റാർച്ച് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് ആർ എനർജി ഗിവിംഗ് ഫുഡ് ആണ്. എനർജി കിട്ടാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന, അതായത് റൈസും കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ അത് ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, കാർബോഹൈഡ്രേറ്റ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന കെമിക്കലാണ്, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കെമിക്കലാണ് അയഡിൻ. അപ്പോൾ ഇത് തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബ്ലൂ കളർ കിട്ടുകയാണെങ്കിൽ, നീല കളർ കിട്ടുകയാണെങ്കിൽ, that indicates the presence of starch in the solution. തന്നിരിക്കുന്ന വസ്തുവിൽ നമുക്ക് സ്റ്റാർച്ച് ഉണ്ട് എന്ന് ഉറപ്പിക്കാം. ഇനി ഇവിടെ അയഡിന്റെ സിമ്പൽ ഓൾറെഡി നേരത്തെ പണ്ട് പറഞ്ഞതാണ്. അയഡിന്റെ സിമ്പൽ ക്യാപിറ്റൽ I ആണ് അയഡിൻ. ഇനി ഇവിടുത്തെ മറ്റ് എന്തൊക്കെയായിരുന്നു പറഞ്ഞതെന്ന് നോക്കാം. അതായത് ക്ലോറിന്റെ സിമ്പൽ ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതാണ്. ക്ലോറിന്റെ സിമ്പൽ ക്യാപിറ്റൽ C യും സ്മോൾ L ഉം ആണ് ക്ലോറിന്റെ. പിന്നെ അതേമാതിരി സോഡിയത്തിന്റെ ആണെങ്കിൽ ക്യാപിറ്റൽ N സ്മോൾ a ആയിരുന്നു. കമ്മിങ് ഫ്രം ദ വേർഡ് നാട്രിയം. നാട്രിയം എന്നുള്ള ലാറ്റിൻ നാമത്തിൽ നിന്നാണ് സോഡിയത്തിന് Na എന്നുള്ള സിമ്പൽ വന്നത്. സോ അവിടെയുള്ള ചോദ്യമാണ്, what is the Latin name of sodium? Natrium. What is the symbol of sodium? Na. Then കാർബണിന്റെ നമുക്ക് എല്ലാവർക്കും അറിയാം, ക്യാപിറ്റൽ C is the symbol of
carbon. Third question, graphite is an allotropic form of. ഏത് മൂലകത്തിന്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്? ആൻസർ കാർബൺ. കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. കാർബണിന്റെ മറ്റൊരു അല്ലോട്രോപിക് ഫോം ആണ് ഡയമണ്ട്. കാർബണിന്റെ മറ്റൊരു അല്ലോട്രോപിക് ഫോം ആണ് ഡയമണ്ട്. ദെൻ ഇവിടെ മറ്റു ഓപ്ഷൻസ് തന്നിട്ടുള്ളത് സൾഫർ. സൾഫർ എന്ന് പറയുന്നത് നമുക്കറിയാം അതിന്റെ സിമ്പൽ എസ് ആണ്. എസ് ആണ് സൾഫറിന്റെ സിമ്പല്. പിന്നെ ഗോൾഡിന്റെ സിമ്പല് അറിയാമെന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഇസ് AU. AU ആണ് ഗോൾഡിന്റെ സിമ്പല്. ക്യാപിറ്റൽ A സ്മോൾ u. ദെൻ ഔറം. അപ്പോൾ ഗോൾഡിന്റെ ലാറ്റിൻ നാമം എന്താണ് എന്ന് ചോദിച്ചാൽ ഔറം. ഔറം എന്നുള്ള ഇതിൽ നിന്നാണ് AU എന്നുള്ള സിമ്പല് കിട്ടിയത്. ദെൻ ലെഡിന്റെ ആണെങ്കിൽ PB, ക്യാപിറ്റൽ P സ്മോൾ b, പ്ലംബം. അതിന്റെ ലാറ്റിൻ നാമമാണ് പ്ലംബം. അതിൽ നിന്നാണ് PB എന്നുള്ള സിമ്പല് കിട്ടിയത്. ദെൻ കാർബണിന്റെ C. Fourth question, the unit of forces. ബലം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ആൻസർ ഓപ്ഷൻ A ന്യൂട്ടൺ. അപ്പോൾ ഇവിടെ മറ്റൊരു ചോദ്യം വരുന്നത് ഒരു ന്യൂട്ടൺ എത്ര ഡൈൻ ആണെന്ന് ചോദിക്കാറുണ്ട്. 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10⁵ ഡൈൻ. ഈ ഡൈൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ന്യൂട്ടൺ എന്ന് പറയുന്നതും ഫോഴ്സിന്റെ അല്ലെങ്കിൽ ബലത്തിന്റെ രണ്ട് യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇതില് ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര ഡൈൻ ആണ് എന്ന് ചോദിക്കാറുണ്ട്. 10⁵ ഡൈൻ ആണ് ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു ഇവിടെ കിലോഗ്രാം എന്ന് പറയുന്നത് മാസ്. കിലോഗ്രാം എന്ന് പറയുന്നത് മാസ് അഥവാ പിണ്ഡം അളക്കുന്ന യൂണിറ്റ് ആണ്. പാസ്കൽ എന്ന് പറയുന്നത് പ്രഷർ അളക്കുന്ന യൂണിറ്റ് ആണ്. പൗണ്ട് എന്ന് പറയുന്നത് മാസ് അഥവാ പിണ്ഡം അളക്കുന്ന യൂണിറ്റ് ആണ്. അത് US-ലൊക്കെ അളക്കുന്ന ഒരു യൂണിറ്റ് ആണ് പൗണ്ട്. LB ആണ്, LB-യിലാണ് പറയുക അതിന്റെ ഇത്. സോ ഇവിടെ യൂണിറ്റ് ഓഫ് ഫോഴ്സ്, ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ആൻഡ് 1 ന്യൂട്ടൺ ഈസ് 10⁵ ഡൈൻ. Fifth question, the phenomenon of splitting of white light into its components is. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ A ഡിസ്പേർഷൻ ആണ് അഥവാ പ്രകീർണനം. എന്താണ് പ്രകീർണനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം എന്ന് പറയുന്നത് വൈറ്റ് ലൈറ്റ് ആണ്, അതായത് ധവളപ്രകാശമാണ്. ഈ സൂര്യപ്രകാശം ഒരു പ്രിസത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അത് അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് മാറും. ഘടകവർണ്ണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 കളേഴ്സ്, അതായത് വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഈ കളേഴ്സ് ആയിട്ട് മാറും. ഇതിനെയാണ് ഡിസ്പേർഷൻ അഥവാ പ്രകീർണനം എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ പ്രകീർണനം സംഭവിക്കാനുള്ള കാരണം ഈ വൈറ്റ് ലൈറ്റ് അതിലത്തെ ഈ 7 കളേഴ്സിനും വ്യത്യസ്ത അളവിലാണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പ്രകീർണനം ഉണ്ടാവുന്നത്. ഇനി എന്താണ് റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. അതായത് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിന്റെ പാത്തിന് ഒരു ചെറിയ ചേഞ്ച് സംഭവിക്കും. അതിനെയാണ് റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നേരത്തെ നമ്മൾ ഡിസ്പേർഷൻ പറഞ്ഞ കേസിൽ പ്രിസം എന്ന് പറയുന്നത് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ ലൈറ്റ് വരുന്നത് എയർ എന്നുള്ള മീഡിയത്തിൽ കൂടിയാണ്. എയർ എന്നുള്ള മീഡിയത്തിൽ നിന്ന് ഗ്ലാസ് എന്നുള്ള മീഡിയത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ നേരെ വന്ന ഈ ലൈറ്റിന്റെ പാത്തിന് ഒരു ചെറിയ ചേഞ്ച് അല്ലെങ്കിൽ ഡീവിയേഷൻ സംഭവിക്കും. അതിനെയാണ് റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്ന് പറയുന്നത്. ഇതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു, ഒരു ഗ്ലാസ്സില്, ഒരു ചില്ല് ഗ്ലാസ്സില് നമ്മൾ വെള്ളം എടുത്തിട്ട് അതിൽ നമ്മൾ ഒരു പെൻസിൽ ചെരിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ആ പെൻസിലിന്റെ ആ വെള്ളവും എയറും കൂടി മുട്ടുന്ന ആ ഭാഗത്ത് പെൻസിൽ മുറിഞ്ഞതായിട്ട് കാണുന്നുണ്ടായിരിക്കും. ഇതിന് കാരണം റിഫ്രാക്ഷൻ അഥവാ അപവർത്തനമാണ്.
അതായത് വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ പ്രകാശം പോവുകയാണെങ്കിൽ അത് ഒരു മീഡിയത്തിൽ നിന്ന്, ഒരു മാധ്യമത്തിൽ നിന്ന്, എയർ എന്നുള്ള മീഡിയത്തിൽ നിന്ന് വാട്ടർ എന്നുള്ള മീഡിയത്തിലേക്കോ അല്ലെങ്കിൽ ഗ്ലാസ് എന്നുള്ള മീഡിയത്തിലേക്കോ ലൈറ്റ് കടക്കുമ്പം ലൈറ്റിന്റെ പാത്തിന് ഒരു ഡീവിയേഷൻ, ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അതാണ് റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം. ഇനി റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രതിഫലനം. പ്രകാശം ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു പോകുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു പോകുന്നതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ അഥവാ പ്രതിഫലനം എന്ന് പറയുന്നത്. ഇനി സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് അഥവാ വിസരണം എന്ന് പറയുന്നത് എന്താണ്? 6th question. ആസിഡ് പ്രസന്റ് ഇൻ ആപ്പിൾ. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണ്? ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി മാലിക് ആസിഡ്. ആപ്പിളിലുള്ള ആസിഡ് ആണ് മാലിക് ആസിഡ്. മറ്റ് ആസിഡ്സ് ഒക്കെ എവിടെയാണ്? ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് എന്ന ടേം പറഞ്ഞാൽ തന്നെ എന്താണ്? പാലുൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ലാക്ടോജൻ എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു പാല് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, അറിയാലോ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ അത് പാൽ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ പാല്, തൈര്, മോര്, അതായത് കേർഡ്, മിൽക്ക്, ബട്ടർ മിൽക്ക്, ഇതിലൊക്കെ ഉള്ളതാണ് എന്ത്? ലാക്റ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് ഏതിലുള്ളതാണ്? വിനാഗിരി, വിനേഗറിലുള്ള ആസിഡ് ആണ് അസറ്റിക് ആസിഡ്. സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് ഏതിലാണ്? നാരങ്ങ, ഓറഞ്ച് ഇങ്ങനെയുള്ള സിട്രസ് ഫ്രൂട്ട്സിലുള്ള ആസിഡ്സ് ആണ് സിട്രിക് ആസിഡ്. Then next, 7th one. Which of the following lamps consume least energy? ഏറ്റവും കുറവ് ഊർജം ഉപയോഗിക്കുന്ന ലാമ്പ് ഏത്? എന്താണ് ഇതിന്റെ ഉത്തരം? ഓപ്ഷൻ ബി LED. അതായത് CFL, ഫ്ലൂറസെന്റ് ലാമ്പ്, ഇൻകാൻഡസെന്റ് ലാമ്പ്, LED. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി LED ആണ്. ഏറ്റവും കുറവ് ഊർജം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ലീസ്റ്റ് എനർജി കൺസ്യൂം ചെയ്യുന്നത് ഏത് ബൾബാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ലാമ്പാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LED ആണ്. ഇവിടെ വരുന്ന മറ്റൊരു ചോദ്യം, LEDയുടെ ഫുൾ ഫോം എന്താണ്? LEDയുടെ ഫുൾ ഫോം എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നുള്ളതാണ് LEDയുടെ ഫുൾ ഫോം. അതേമാതിരി തന്നെ CFLന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്. കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്. ഇൻകാൻഡസെന്റ് ലാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ സാധാരണ ബൾബാണ് ഇൻകാൻഡസെന്റ് ലാമ്പ്. ഓർഡിനറി ബൾബിനെയാണ് ഇൻകാൻഡസെന്റ് ലാമ്പ് എന്ന് പറയുന്നത്. പിന്നെ ഫ്ലൂറസെന്റ് ലാംപ്സ്. Then 8th question. Which of the following is the best conductor of electricity? താഴെ പറയുന്നവയിൽ ഏറ്റവും നല്ല വൈദ്യുത ചാലകം ഏത്? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി സിൽവർ ആണ്. അതായത് അലൂമിനിയം, കോപ്പർ, അയേൺ, സിൽവർ ഈ 4 മെറ്റൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. പക്ഷേ ഏറ്റവും നന്നായി കണ്ടക്ട് ചെയ്യുന്നത് സിൽവർ ആണ്, അഥവാ വെള്ളിയാണ് ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇവിടെ മറ്റൊരു ചോദ്യം വരുന്നത്, വെള്ളി അഥവാ സിൽവറിന്റെ ലാറ്റിൻ നാമം എന്ത്? ലാറ്റിൻ നാമമാണ് അർജന്റം. ലാറ്റിൻ നാമമാണ് അർജന്റം. അപ്പോ വെള്ളിയുടെ ഈ അർജന്റം എന്ന പേരിൽ നിന്ന് അതിന്റെ സിമ്പൽ വന്നതാണ് AG, അതായത് ക്യാപിറ്റൽ A സ്മോൾ G. ക്യാപിറ്റൽ A സ്മോൾ G എന്ന് പറയുന്നതാണ് സിൽവറിന്റെ സിമ്പൽ അഥവാ സിമ്പൽ എന്ന് പറയുന്നത്. ദെൻ അലൂമിനിയത്തിന്റെ ആണെങ്കിൽ സിമ്പൽ നിങ്ങൾക്ക് അറിയാം AL, ക്യാപിറ്റൽ A സ്മോൾ L, അലൂമിനിയം. കോപ്പർ അഥവാ ചെമ്പിന്റെ ലാറ്റിൻ നാമം കുപ്രം, അതിന്റെ സിമ്പൽ ആണ് CU, ക്യാപിറ്റൽ C സ്മോൾ u, CU. അയേണിന്റെ ലാറ്റിൻ നാമം ഫെറം, അതിന്റെ സിമ്പൽ ആണ് ക്യാപിറ്റൽ F സ്മോൾ e, Fe. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിക്കുക. Then 9th question. Rear view mirror used by drivers to see the vehicles behind is made of. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാനുള്ള ദർപ്പണം. ഏതാണ് ഇതിന്റെ ഉത്തരം? ഓപ്ഷൻ ഡി കോൺവെക്സ് ദർപ്പണം അഥവാ കോൺവെക്സ് മിറർ. എന്തുകൊണ്ടാണ്? പുറകിൽ നിന്ന് ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ടാവുക അല്ലേ? അപ്പോ ഡ്രൈവർക്ക് ആ വാഹനങ്ങളൊക്കെ തന്നെ ഒരു വൈഡ് വ്യൂവില് കാണണം. വൈഡ് വ്യൂവില് ചെറുതായിട്ട് കാണുന്നത് ഏത് ദർപ്പണത്തിലാണ്?
കോൺവെക്സ് ദർപ്പണത്തിലാണ്. കോൺവെക്സ് ദർപ്പണത്തില് അതിന്റെ ഷേപ്പ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇല്ലേ? എങ്ങനെയാണ് കോൺവെക്സ് എന്ന് പറയുമ്പം? കോൺവെക്സ് പ്രതിപതന തലം പുറത്തേക്കുന്തിയതാണ് കോൺവെക്സ്, പുറത്തേക്കുന്തിയത്. അപ്പൊ ഇങ്ങനെയായിരിക്കും. അപ്പൊ എങ്ങനെയാണ്? ഇവിടെ വൈഡ് വ്യൂ, പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെ ഒരു വൈഡ് വ്യൂ കിട്ടും. എല്ലാ വാഹനങ്ങളും ചെറുതായിട്ട് കാണാം. അപ്പോ പ്രതിപതന തലം പുറത്തേക്ക് വളഞ്ഞിരിക്കുന്നത് അഥവാ റിഫ്ലക്റ്റിംഗ് സർഫസസ് കർവ്ഡ് ഔട്ട്വേർഡ് ഏതാണ്? കോൺവെക്സ് ദർപ്പണം അഥവാ കോൺവെക്സ് മിറർ. റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഇൻവേർഡ് ആണെങ്കിലോ? കർവ്ഡ് ഇൻവേർഡ്, ഇതിനെന്താ പറയാ? ഇതാണ് കോൺകേവ് മിറർ. ഇതേതാണ്? കോൺകേവ് മിറർ ആണ് ഈ വരച്ചിരിക്കുന്നത്. ഈ വരച്ചിരിക്കുന്നത് കോൺവെക്സ് മിറർ. അപ്പൊ പ്രതിപതന തലം അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന റിഫ്ലക്റ്റിംഗ് സർഫസസ് കർവ്ഡ് ഇൻവേർഡ് കോൺകേവ് മിറർ. പിന്നെ പ്ലെയിൻ മിറർ. പ്ലെയിൻ മിറർ എല്ലാവർക്കും വരയ്ക്കാൻ അറിയുന്നുണ്ടാവും. ഇതാണ് പ്ലെയിൻ മിറർ. വെറുതെ ഒരു ലൈൻ വരച്ചിട്ട് നമ്മൾ അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ് ഈ ഭാഗം, ഇതിന്റെ പുറകുഭാഗമാണ് നമ്മൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നത്. ദെൻ സ്പെറിക്കൽ മിറേഴ്സ് അഥവാ ഗോളീയ ദർപ്പണാണ് രണ്ട് തരത്തില്, കോൺവെക്സും കോൺകേവും. ഒരു ഗോളത്തിന്റെ ഭാഗങ്ങളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഗോളത്തിനെ നമുക്ക് മുറിച്ചു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് മിറേഴ്സ് കിട്ടും, കോൺവെക്സും കോൺകേവും. ഗോളീയ ദർപ്പണത്തിന്റെ ഭാഗങ്ങളാകയാൽ കോൺവെക്സ് ദർപ്പണത്തെയും കോൺകേവ് ദർപ്പണത്തെയും നമുക്ക് ഗോളീയ ദർപ്പണം എന്ന് പറയാം. ഇവിടെ ഇതിന്റെ ഉത്തരമാണ് എന്ത്? കോൺവെക്സ് മിറർ അഥവാ കോൺവെക്സ് ദർപ്പണം. Tenth question. Name the chemical substance present in eggshell. മുട്ടത്തോടിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥം. ആൻസർ ഓപ്ഷൻ എ കാൽസ്യം കാർബണേറ്റ്. മുട്ടത്തോടും ആസിഡുമായിട്ടുള്ള പ്രവർത്തനത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് റിലീസ് ചെയ്യുന്നത്. ആ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് കാൽസ്യം കാർബണേറ്റിൽ നിന്നാണ്. കാൽസ്യം കാർബണേറ്റിന്റെ ഫോർമുല CaCO3 ആണ്. Then 11th question. The phenomenon of increase in temperature in atmosphere due to greenhouse gases is known as. ഹരിതാലയ പ്രഭാവം മൂലം അന്തരീക്ഷത്തിന്റെ താപനില ഉയരുന്ന പ്രതിഭാസം. എന്താണ് ഇതിന്റെ ഉത്തരം? ഓപ്ഷൻ ഡി ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോള താപനം. ഗ്രീൻ ഹൗസ് ഗ്യാസസ് കാരണം അന്തരീക്ഷത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ താപനില ടെമ്പറേച്ചർ കൂടുക, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഓക്കെ, താങ്ക് യു.